എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ സാഹചര്യം എന്താണ്, ക്യാമ്പിലുള്ളവർ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ഇവിടെ 300ഓളം വരുന്ന ആളുകളെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇതോട് ചേർന്ന് തന്നെയാണ് മേപ്പാടി ഗവൺമെന്റ് ആശുപത്രി ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നും നമ്മൾ അല്പം മുമ്പൊക്കെ കണ്ട രീതിയിൽ പുറത്തെടുക്കുന്ന മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. മുണ്ടക്കയിൽ നിന്നും ചൂരൽമല ഭാഗത്തു നിന്നും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ണിനടിയിൽ പൊതിഞ്ഞ രീതിയിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തൊട്ടപ്പുറത്തുള്ള മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയാണ് ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുറെ ക്ലാസ് മുറികൾ, മലപ്പുറത്ത് നിന്നും കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ, ഇന്നലെയൊക്കെ കോൺവോയ് അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങളൊക്കെ അവിടെയാണ് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനായി കൂടുതൽ ഫ്രീസറുകൾ ഇപ്പോൾ നിലവിൽ ആ ഫ്രീസറുകളിലൊക്കെ സൂക്ഷിച്ച മൃതദേഹങ്ങൾക്ക് പുറമെ കൂടുതൽ ഫ്രീസറുകൾ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മൃതദേഹങ്ങളൊന്നും ഭൂരിഭാഗം മൃതദേഹങ്ങളും ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ബന്ധുക്കൾക്ക് എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ എൽദോ. കാരണം ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ കോൺവോയ് അടിസ്ഥാനത്തിൽ ഈ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് അവിടെ സൂക്ഷിച്ച് രണ്ട് സ്ഥലത്തും ആശുപത്രിയിലും ഈ സ്കൂളിലെ ഈ സൂക്ഷിച്ച ക്ലാസ് മുറികളിലും ബന്ധുക്കൾക്ക് വന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിലും കൂടുതൽ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ തന്നെ അവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പാണ്. ഈ സ്കൂളിന്റെ 2 നിലകളിലായി 300ഓളം ആളുകളെ താമസിപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ നമ്മോടൊപ്പം ഇവിടെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കുള്ള ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഈ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ നമുക്ക് വ്യക്തമാകുന്നത് നമ്മൾ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴാണ്. അവർ ഈ ദുരന്തത്തെ നേരിട്ട രീതി, അല്ലെങ്കിൽ അത് ഇവരുടെ കൺമുൻപിൽ നമ്മൾ കേട്ടറിഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എന്നോടൊപ്പം ഗണേശൻ എന്ന് പറയുന്ന ഈ ക്യാമ്പിലെ ഒരു അന്തേവാസിയുണ്ട്. അദ്ദേഹമൊക്കെ ഇത് അതിന്റെ ഒരു ദൃശ്യത്തിന്റെ നേർക്കാഴ്ച അതെല്ലാം അനുഭവിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ ഈ ദുരന്തം മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിക്കാം. ഗണേശേട്ടാ, നിങ്ങൾ ചൂരൽമലയിലാണോ? ചൂരൽമല ഇസ്കോ റോഡിലാണ് താമസം. റോഡിലാണ്. നമ്മുടെ പുഴയോട് അടുത്തായിരുന്നു വീട്? പുഴയോട് അടുത്ത് കുറച്ച് പഴയ വീടുമായിട്ട് 200 മീറ്റർ വ്യത്യാസമുണ്ട്. 200 മീറ്റർ വ്യത്യാസമുണ്ട്. എങ്ങനെയായിരുന്നു ആ സമയം? എന്താണ് സംഭവിച്ചെന്ന് ഒന്ന് വിശദമാക്കണം. സംഭവം ഞാൻ അറിയുന്നത്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു പിന്നെ വീട്ടിൽ കയറി ഊണ് കഴിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നത് വെളിയിൽ ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് എത്തിയ ഉടനെ എന്റെ അരയ്ക്ക് അത്ര വെള്ളമായി. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നി. എന്തൊരു പ്രയാസം പോലെ മനസ്സിന് തോന്നി. അങ്ങനെ ഭാര്യ ഉറങ്ങുകയായിരുന്നു ആ സമയത്ത്. ഭാര്യയും ഗണേശേട്ടനും മാത്രമാണ് വീട്ടിലുള്ളത്? 2 പേരുള്ളൂ. അപ്പൊ ഞാൻ വന്നപ്പോ ഭാര്യ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഭാര്യനെ ചെന്ന് വിളിച്ചു. പിന്നെ നീ വീരൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി, സംഭവം കാണാലോ എന്ന് പറഞ്ഞു. മുറ്റത്തേക്ക് വൈഫിനെ കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഭാര്യ ഇത് കാണുന്നത്. ഭാര്യ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് വേഗം ഭാര്യനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഭാര്യയും സംഭവം കാണുന്നത്. അപ്പൊ ഭാര്യയും പറഞ്ഞു, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്കിനി വേഗം ജീവൻ കിട്ടിയാൽ മതി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത്രയും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് സംഭവം കാണുന്നത്. രാത്രി 1:30 മണിക്കുണ്ടായ ആദ്യത്തെ ഉരുൾപൊട്ടലാണ് സംഭവം കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ റോഡിലേക്ക് പായുമ്പോഴാണ് കറണ്ട് പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് ഒന്നായി മറിയുന്നത്. നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും പറ്റുന്നില്ല, ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ പറമ്പ് വീട്ടിനെ കുറച്ച് ഇപ്പുറം മാറി അവിടെ നിന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊരു സമാധാനമായി. വെള്ളപ്പായ്ച്ചല് ഒരു സമാധാനമായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഇന്നിവിടെ നിൽക്കണ്ട, ഇനി സമാധാനം ആയാലും ഇല്ലെങ്കിലും നമുക്ക് സേഫ്റ്റി അങ്ങനെ കൊണ്ട് ഞാൻ ഭാര്യന്റെ കൈയും പിടിച്ച്, ഭാര്യക്ക് നടക്കാൻ വയ്യ എന്നാലും കൈയും പിടിച്ച് വലിച്ച് ഞാൻ ആ മരന്റെ മേലേക്ക് ഞാൻ കൊണ്ടുപോയി ചെയ്തത്. സ്കൂൾ റോഡിൽ നിന്ന് നിങ്ങൾ ഈ പള്ളിയുടെ ഭാഗത്തേക്ക് പോയില്ല? അതായത് റോഡിലേക്ക് പോയില്ല? ഇല്ല, റോഡിലേക്ക് പോയിരുന്നെങ്കിൽ കൂടുതൽ അപകടം സംഭവിച്ചു. വെള്ളം മൂടിപ്പോയി. റോഡിലേക്ക് കയറി റോഡിലേക്ക് പോവുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ മുകളിലേക്ക് കയറി? അങ്ങനെ നേരെ മുകളിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ നോക്കി ഇനി താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. പിന്നെയും കാണുന്നത് അന്തരീക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര മരവും പാറക്കല്ലുകളും വന്നിട്ട് ഉരുണ്ട് വരികയാണ്. അപ്പൊ ഇനി വീട്ടിലേക്ക് പോകണ്ടെന്ന് തോന്നി. അങ്ങനെ മലയിൽ തന്നെ നേരം വെളുക്കുന്നവരെ മഴയും കൊണ്ട് അവിടെ നിന്നു. ഈ 4 മണിക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ ആ മലയുടെ നമ്മൾ നിൽക്കുകയാണ്. രാവിലെ വെളുക്കുന്ന 6:30 വരെ 4 മണിക്ക് ഉരുൾ പൊട്ടുമ്പോഴും
ഞങ്ങൾ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്, എല്ലാം ലൈവായിട്ട് കാണുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഈ പാറക്കല്ലുകളും മരങ്ങളൊക്കെ ഒരുമിച്ച് ഒഴുകി ഒരുമിച്ച് വരികയായിരുന്നു. പാറയും പിന്നെ മരവും അതോടൊപ്പം വെള്ളവും ചളി വെള്ളം ഒരുമിച്ച് വരികയായിരുന്നു. അത് നമ്മൾ ലൈവായി കാണുന്ന ഒരു രംഗമായിരുന്നു. അത് ഭയങ്കര പ്രയാസമുണ്ട്. എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് 6:30 ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, വെളിയിലേക്ക് ഇറങ്ങുന്നത്. വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പുറത്ത് കൂടെ സ്കൂളിന്റെ അതിലേ വന്നപ്പോൾ മരം മാറ്റുന്നുണ്ട്, വണ്ടികൾ JCB വിളിച്ച് മരം മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ എന്ന് കരുതി ഞാൻ വീടിന്റെ ആ ഭാഗത്തേക്ക് കുറച്ച് മാറി നോക്കുമ്പോൾ വീടില്ല. അപ്പോൾ നമ്മൾ ഇത്ര കാലം സമ്പാദിച്ച ഒരു മുതലായിരുന്നു ഒരു വീട്, അത് പോയി. വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇനി അവിടെ ഒന്നുമില്ല. നമ്മളെ ജീവനും ആയുസ് മാത്രമേ ഉള്ളൂ. വീട് പോയാലും നമുക്ക് നമ്മുടെ ജീവനുണ്ടല്ലോ, അത് അങ്ങനെ ആശ്രയിക്കാം. കുറെ ജീവനും നഷ്ടപ്പെട്ട ആളുകളാണല്ലോ കൂടുതലും. പിന്നെ എങ്ങനെ അവിടുന്ന് പിന്നെ ക്യാമ്പിലേക്ക് പുറത്തേക്ക് പുറത്താണുള്ള വീട്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നു, ടൗണിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട, എല്ലാവരും ക്യാമ്പിലേക്ക് പോകാം, ക്യാമ്പിലേക്ക് പോയിക്കോളിയും പറഞ്ഞു. അങ്ങനെയാണ് ക്യാമ്പിലേക്ക് വരുന്നത്. മറ്റാരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ 5 പേര് പോയി. അളിയൻ, പെങ്ങളെ മകൻ, പിന്നെ മകന്റെ ഭാര്യ, അവര് കുട്ടി, വേറൊരു കുട്ടീണ്ടായിരുന്നു. ആ കുട്ടി, അങ്ങനെ 5 പേര് പോയി. അവരെയൊക്കെ തിരിച്ചറിയാൻ സാധിച്ചോ? മൃതദേഹങ്ങൾ കിട്ടിയോ? കിട്ടി. 3 പേരെ കിട്ടി, 2 പേരെ കിട്ടി. ഇനി 5 പേരെ കിട്ടണം. അവരുടെയൊക്കെ വീടൊക്കെ കുറച്ചും കൂടെ പുഴയോട് ചേർന്നിട്ടായിരുന്നു. വെള്ളം കയറിയാല് ഈ കടമ്പല കയറിയിട്ടില്ല വെള്ളം, പക്ഷെ കയറിയാൽ സംഭവിക്കൂല എന്നത്ര ദൂരത്താണ്. പക്ഷെ ഒന്നായി ഉരുൾപൊട്ടൽ വന്നതുകൊണ്ട് ഒന്നായി അടിച്ചു പോയി, വെള്ളം കൊണ്ടുപോയി. ആ വീടുകളിലൊക്കെ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. ആരും രക്ഷപ്പെട്ടില്ല. അവര് 5 പേരുണ്ട്, 5 ആളും പോയി. അപ്പൊ ഗണേശനും ഭാര്യയ്ക്കും ആ സമയത്ത് പുറത്തിറങ്ങാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഞാൻ വന്ന് ഭാര്യനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ വന്ന് വിളിച്ച്, ഭാര്യ നല്ല ഉറക്കമാണ്. ഞാൻ വന്നത് വീട്ടിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിനെ ഭാര്യ അറിഞ്ഞിട്ടില്ല. ഞാൻ വന്ന് അവരെ പോയി ഒച്ച കേട്ട് സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ പോയി ഭാര്യനെ വിളിക്കുന്നത്. അപ്പോഴാണ് ഭാര്യനെ ചോദിച്ചാൽ എന്താ നീ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, സംഭവം ഒന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ അറിയില്ല പറഞ്ഞു. പുറത്തിറങ്ങി നോക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഭാര്യ എന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നോക്കുന്നത്. അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് നിൽക്കണ്ട, നമുക്ക് പോവാം. ഈ ഗണേശേട്ടന്റെ ഒരു പരിചയത്തിൽ ഗണേശേട്ടൻ ഏകദേശം എത്ര കാലമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ ഒരു പെറ്റ് വളർന്നതേ അവിടെ തന്നെയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ കാണുന്നത്. ഇതിനു മുന്നേ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു 84, അത് ഇത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളും നഷ്ടം ഉണ്ടാവില്ല. ഒരു 5-6 പേര് പോയിട്ടുള്ളൂ. ഇത് ഭയങ്കര അന്തരീക്ഷമായിട്ടുള്ള സംഭവമാണ്, കാണാൻ പറ്റാത്തൊരു സംഭവം. രാത്രി ആയതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പെട്ടുപോയത്. പകലായിരുന്നെങ്കിൽ കുറെ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പകലായിരുന്നെങ്കിൽ കുറെ ആൾക്ക് രക്ഷപ്പെടായിരുന്നു. ഇത് രാത്രിയാണ്, അതുകൊണ്ട് വെളിച്ചോ കറണ്ടും ഇല്ല. എല്ലാവരും ഉറങ്ങിക്കിടക്കായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കിടക്കായിരുന്നു. ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സാരല്ല ഗണേശേട്ടാ, ഏതായാലും ഇപ്പൊ നമുക്ക് വീട് പോയാലും നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ, ഈ അപകടത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾക്ക് തന്നെ അതൊരു വലിയ ഭാഗ്യമായി വേണം കരുതാൻ. കാരണം അത്രത്തോളം ആളുകളെയാണ് നമുക്കിപ്പോഴും നമ്മുടെ കാണാമറയത്തുള്ളത്. ഇപ്പൊ ഗണേശേട്ടന്റെ കുടുംബത്തിലെ ഇനിയും കുറെ ആളുകളെ അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടില്ല, അവരുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അവരുടെ വീടുകളെല്ലാം പൂർണ്ണമായി നാമാവശേഷമായി. അങ്ങനെയുള്ള ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കഥകളാണല്ലോ നമുക്കിവിടുന്ന് കേൾക്കേണ്ടി വരുന്നത്. അവർ കണ്ട കാഴ്ചകൾ അത് നമ്മൾ ഈ പറയുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഭീകരമാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ട ആളുകൾ, കുറെ ആളുകൾ ഈ ചെളിയിലൊക്കെ പുതഞ്ഞ നിലയിൽ മറ്റുള്ള തൊട്ടടുത്ത വീട്ടുകാരൊക്കെ പോയിട്ട് അവരെ രക്ഷപ്പെടുത്തിയ കുറെ ആളുകളുണ്ട്. ഒരു സീനത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ കുഞ്ഞുമായി അവർ ചെളിയിൽ പൂണ്ടുപോയി. പക്ഷെ അവർക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അവരെ പിന്നീട് തൊട്ടടുത്ത വീടുകളിലെ അയൽവാസികളൊക്കെ രാവിലെ പോയി ചെളിയിൽ പൂണ്ട് കിടക്കുകയായിരുന്നു. അവരെ വളരെ പ്രയാസപ്പെട്ട് അവരെ പൊക്കിയെടുക്കുകയായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ ആ സമയത്ത് ഒരു മൃതശരീരമായി അവരുടെ കുഞ്ഞുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സങ്കടകരമായ കഥകളാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ദുരന്തം പ്രകൃതി താണ്ഡവമാടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് അതിന് വാക്കുകൾ കിട്ടുന്നില്ല.
അങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും എവിടെയും ഒരു മനുഷ്യനും ഒരു നാടിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഈ സമയത്താവുകയുള്ളൂ. അതോടൊപ്പം തന്നെ മനുഷ്യ സാധ്യമായതെന്തോ അത് ഇവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ നാടും നാട്ടുകാരും സംവിധാനങ്ങളും എല്ലാം ഒത്തുചേർന്ന് ഇവരെയൊക്കെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതിന് ലോകമെങ്ങുമുള്ള മലയാളികളുടെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഈ കാലം അത്രയും അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ നിന്നും അദ്ദേഹം സ്വരുക്കൂട്ടിയെടുത്ത സമ്പാദ്യമാണ്. നമ്മൾ പലപ്പോഴും തേയിലത്തോട്ടം തൊഴിലാളികളൊക്കെയായി വന്നവർ അവർ ഈ കാലത്തിനിടയ്ക്ക്, ഈ ജീവിതത്തിനിടയ്ക്ക് അവരുണ്ടാക്കിയെടുത്ത മുഴുവൻ സമ്പാദ്യവും അവിടെ ഇല്ലാതാവുന്നു. നല്ല വീടുകളുള്ളവരുണ്ട്, ആ വീടുകളൊക്കെ ഗൾഫിൽ പോയിട്ടും അതുപോലെ തന്നെ മറ്റു ജോലികൾ ചെയ്തിട്ടുമൊക്കെ ഉണ്ടാക്കിയെടുത്ത എല്ലാ സമ്പാദ്യവും അവിടെ ഉപേക്ഷിച്ച് ഈ ഒരു ക്യാമ്പിൽ, ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ ഒന്നുമില്ലാത്തവരെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് അവർ കഴിയേണ്ട വിധിയാണ്. പക്ഷേ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പുനരധിവാസം പേരിൽ മാത്രം ഒതുങ്ങാതെ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ വെറും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങാതെ, അത് കൃത്യമായിട്ട് അവർക്ക് അവരെങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ വീണ്ടും അവർക്ക് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവൻ നഷ്ടപ്പെടാത്തവർക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് മലയാളികളായ നമ്മുടെ എല്ലാവരുടെയും കടമ. അതിനെല്ലാവരും ഒരുമിച്ച്, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് കൈകോർത്താൽ സാധ്യമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നൽകാനുള്ളത്. എൽദോ, ഷബീർ, ഒരു കാര്യം കൂടി ഷബീർ സൂചിപ്പിച്ചതുപോലെ, ഷബീർ വയനാട് സ്വദേശി കൂടിയാണ്. ഈ വയനാടും ഈ പറഞ്ഞ പ്രദേശവുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധമുള്ളയാളാണ്. അതിന്റെ സാഹചര്യങ്ങൾ അറിയാം. ഈ അപകടത്തിൽപ്പെട്ടവർ നമുക്കറിയാം ഒരു കുടിയേറ്റ മേഖലകളാണ്. സംസ്ഥാനത്തിന്റെ പല ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട്. വർഷങ്ങളായി അവിടെ വന്ന് താമസിച്ച് അവിടെ കുടുംബവും ആയി അവിടെ ജീവിതം കരുപ്പിടിപ്പിച്ചവരുണ്ട്. ഇതിനപ്പുറം മറ്റിടങ്ങളിൽ നിന്ന് വന്നു പോകാർ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, തൊഴിലാളികളായി വന്ന അതിഥി തൊഴിലാളികൾ, അവരുടെ സാന്നിധ്യമൊക്കെ ഈ അപകടത്തിൽ ആ മേഖലകളിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ നഷ്ടപ്പെട്ട ആ പാലം കണ്ടല്ലോ, ആ പാലത്തിലൂടെ കടന്നു പോകുന്ന ആ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഇടം ഏതാണ്? അത് ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് മാത്രം ചെല്ലപ്പെടുന്ന ഒരു റോഡാണോ? എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എൽദോ സൂചിപ്പിച്ച കാര്യത്തിലെ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വയനാടിനൊരു പ്രത്യേകതയുണ്ട്. വയനാട്ടിൽ വയനാട്ടുകാരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിലുള്ള എല്ലാവരും പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറി വന്നവരാണ്. ആദ്യമുള്ള ആദിവാസികൾ ഒഴിച്ചു നിർത്തിയാൽ അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വയനാട്ടിലേക്ക് കുടിയേറി വന്നവരാണ്. കുറെ ആളുകൾ മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് കുടിയേറി വന്നു. അതുപോലെ തന്നെ കോട്ടയം, പാലാ ഭാഗത്ത് നിന്നും കുടിയേറി വന്ന കുടിയേറ്റക്കാർ, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറി വരികയും അതുപോലെ തന്നെ വയനാട്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന എസ്റ്റേറ്റുകളിൽ തോട്ടം തൊഴിലാളികളായി പലയിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങൾ. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ അടക്കമുള്ള ഒരുപാട് പ്ലാന്റേഷനുകൾ ഈ പ്രദേശത്തൊക്കെ നിലവിലുണ്ട്. അവിടെയൊക്കെ ജോലിക്ക് വരികയും അങ്ങനെ ഒരുപാട് കാലം, അന്നത്തെ ഒരു കാലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു തൊഴിലും ഇല്ലാത്ത കാലത്ത് അവരെ അതാണ് സാഹചര്യം. എന്തായാലും നമുക്ക് ആ വിശദാംശത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സർവകക്ഷി യോഗത്തിന്റെ വിഷ്വൽസ് ആണ്. സർവകക്ഷി യോഗം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും എല്ലാവരും പങ്കെടുക്കുന്ന യോഗമാണ്. ആ സാഹചര്യം കൂടി അവിടെയുണ്ട്. എന്തായാലും സർവകക്ഷി യോഗം, അതിൻ്റെ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് പുനരധിവാസം സാധ്യമാക്കുക, അതിന് എന്ത് സഹായം എന്നതാണ്. ഇതിനകം തന്നെ പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പ്രേക്ഷകരെ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ പല മേഖലകളിലായി നടക്കുന്നു. പക്ഷേ അത്തരം പ്രചരണങ്ങളിൽ ആരും വീണ്ടു പോകരുത്. സർക്കാരിന് സഹായം ചെയ്യാൻ കഴിയുന്ന, സർക്കാരിന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വയനാടിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് പണം നൽകാൻ കഴിയുന്ന ഒരു മെത്തേഡ്, ശാസ്ത്രീയമായ ഇപ്പോഴുള്ള നിലവിലുള്ള ഏക മെത്തേഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമാണ്. അത്